ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ബ്ലൗസിൻ്റെ അളവ്. അപ്പോൾ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും അളവുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റായിട്ട് അളവെടുക്കണം നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഈ ഒരു വേസ്റ്റ് തുണീൻ്റെ അകത്താണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ തുണീനെ നമ്മൾ നിവർത്തി ഇതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇത് ഞാൻ ആദ്യമേ കട്ട് ചെയ്തെടുത്ത തുണിയാണ്. അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് ഒന്നും നിങ്ങൾ നോക്കുകയേ വേണ്ട. അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് രണ്ടായി മടക്കി ഇങ്ങനെ വെക്കുക. നമുക്ക് ഏറ്റവും ഫസ്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത്താണ്. ഫുൾ ലെങ്ത്ത് നമുക്ക് 14 ഇഞ്ചാണ്. അപ്പോൾ 14ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ 15 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത്. ഇതുപോലെ 15 ഇഞ്ച് നമ്മൾ ഇപ്പുറത്തും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ വളഞ്ഞൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഷോൾഡറാണ്. അപ്പോൾ നമുക്ക് ഷോൾഡർ തന്നിട്ടുള്ളത് എത്രയാണ്? 13 ഇഞ്ച് തന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിലെ നെക്ക് ലെങ്ത്ത് നമുക്ക് 8 ഇഞ്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് നമുക്ക് ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. 13ൻ്റെ പകുതി ഇപ്പോൾ 6.5 തന്നെ നമ്മൾ ഷോൾഡറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഷോൾഡർ ഊരിപ്പോകും. അപ്പോൾ നമുക്ക് ഈ 13ൻ്റെ പകുതി ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ 13നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6.5 ഇഞ്ച് കിട്ടും. അതാണ് പകുതി. നമുക്ക് ഈ കിട്ടിയ 6.5ൻ്റെ കൂടെ ഈ 6.5ൻ്റെ കൂടെ നമുക്കൊരു 1/4 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കണം. 6.5 പ്ലസ് 0.25 ആണ് 1/4 ഇഞ്ച്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 6.25 കിട്ടും. 6.75 കിട്ടും. ഇനി നമുക്ക് ഈ നെക്ക് ലെങ്ത്തിൽ നിന്ന് 8ൽ നിന്ന് നമുക്ക് 2 കുറച്ച് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടുക? 6 കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഈ കിട്ടിയ 6നെ 0.25 കൊണ്ട് നമുക്ക് ഗുണിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1.5 നമുക്ക് കിട്ടും. ഈ 1.5നെ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച 6.75 നിന്ന് കുറക്കുക. അപ്പോൾ നമുക്ക് 5.25, അതായത് 5.25 നമുക്കിപ്പോൾ ഷോൾഡർ കിട്ടിയിട്ടുള്ളത്. ഈ 5.25 നമ്മൾ ഷോൾഡറും ആം ഹോളൊക്കെ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷോൾഡർ കിട്ടിയത് 5.25 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ആമോൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 5.5 മാർക്ക് ചെയ്യുന്നത്. അധികവും നമ്മൾ ഷോൾഡർ എത്ര കിട്ടീനെ അത് തന്നെയാണ് ആമോളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ 5.5യിലും കുറയുമ്പോൾ നമ്മൾ അത് ആമോൾ റൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം അത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ 5.25 കിട്ടി. ഞാനിവിടെ 5.5 ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത്. ഇനി നമുക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കാം താഴോട്ടേക്ക്. ഷോൾഡർ പോയിന്റിൽ നിന്ന് ഇപ്പോൾ മാർക്ക് ചെയ്ത ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ഒരു ലൈൻ നമുക്ക് ഇങ്ങോട്ടും വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2.25, 5.5 എടുത്തിട്ടുള്ളത് നമ്മൾ. അപ്പോൾ 2.25 ഞാനിതാ മിഡ് പോയിൻ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത്. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെസ്റ്റ് റൗണ്ട് നമുക്ക് 37 ഇഞ്ചാണ്. അപ്പോൾ 37ൻ്റെ 4/1 മാർക്ക് ചെയ്ത് കൊടുക്കണം. ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ 4/1 മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 37ൻ്റെ 4/1 9.25 9.25 ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തയ്യൽ തുമ്പായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോയിന്റുകൾ തമ്മിൽ എത്രയാണ് അകലം കിട്ടുന്നതെന്ന് നോക്കുക. അപ്പോൾ 4 ഇഞ്ച് കിട്ടി. ഈ 4 ഇഞ്ചിൽ നമുക്ക് ഇവിടെ ഒരു 2.5യിൽ ഒരു മാർക്കിംഗ് കൊടുക്കാം. അതിനുശേഷം ഈ 2.5 കഴിഞ്ഞിട്ട് നമുക്ക് 4ൽ എത്രയാണ് കിട്ടുന്നത്? ബാക്കിയുള്ളത് 4ൽ നിന്ന് 2.5 പോയി കഴിഞ്ഞാൽ നമുക്ക് 1.5 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ആ 1.5 ഇഞ്ച് നമുക്ക് ഇവിടെ ഈ മിഡ് പോയിന്റിന് മുകളിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ആം ഹോൾ വരച്ച് തുടങ്ങേണ്ടത്. ഇനി ഇവിടെ നിന്ന് ഈ നടുക്ക് നമുക്ക് 1.5 ഇഞ്ചാണ് നമ്മൾ ആ ഒരു കേവിലേക്ക് കൊടുക്കുന്നത്. 1.5 ഇഞ്ച് മതി. ഒരു നല്ല തടിയുള്ള ഒരാൾക്കാണെങ്കിൽ 2 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊരു 1.5 ഇഞ്ച് മതി. ഇനി നമുക്ക് ആം ഹോൾ കേവ് യൂസ് ചെയ്തിട്ട് ഈ പോയിന്റുകൾ തമ്മിൽ വരച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ കിട്ടും നമുക്ക് ആം ഹോൾ. ഇനി ആം ഹോൾ കേവ് യൂസ് ചെയ്യണമെന്നില്ല. കൈകൊണ്ട് അങ്ങനെ വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ വരച്ചിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ,
ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ബസ്റ്റ് റൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് ഷോൾഡർ ടു ബസ്റ്റ് വരെ എത്രയാണ് കിട്ടുന്നത്? 9 ഇഞ്ചാണ്. അപ്പോൾ 9ൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഇതാ ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് ബസ്റ്റ് റൗണ്ടിൻ്റെ 4/1 മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ 37ൻ്റെ 4/1 നമുക്ക് 9.4ൻ്റെയും 9.5ൻ്റെയും ഇടയിലായിട്ടുള്ള ആ ഒരു ഇതിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അളവിൽ. ഓക്കെ, അതിനുശേഷം നമ്മൾ 1.5 ഇഞ്ച് ഇതാ ഇവിടെ കൊടുത്ത പോലെ ഇവിടെയും തയ്യൽ തുമ്പായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് വേസ്റ്റ് റൗണ്ട് ആണ്. അപ്പോൾ വേസ്റ്റ് റൗണ്ട് നമുക്ക് 30 ഇഞ്ച് തന്നിട്ടുണ്ട്. 30 ഇഞ്ചിൻ്റെ 4/1 7.5 നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പോയിൻ്റ് പോലെ നിൽക്കുന്നതൊക്കെ നമുക്ക് ഒരു കേർവ് പോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യണം. നെക്ക് വിഡ്ത്ത് വേണ്ടത് 2.25 അപ്പോൾ 1/4 ഇഞ്ച് നമ്മൾ കുറച്ചിട്ട് വേണം നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് 2.25 ആയിക്കോളും. അപ്പോൾ 2.5 മാർക്ക് ചെയ്തു. ഇനി നെക്ക് ലെങ്ത് നമുക്ക് എത്ര വേണ്ടത്? 8 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 8.25 വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ബാക്കിന് നെക്ക് കുറച്ച് വൈഡായിട്ട് വേണമെന്നുള്ളവർക്ക് ഇത് ഒരു 3 ഇഞ്ചിൽ നമുക്കിവിടെ താഴെ മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിൽ നമ്മൾ 2.5 മാർക്ക് ചെയ്ത്, അപ്പോൾ ഇവിടെ ഒരു 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമുക്കിതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ നെക്ക് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഒരു ചെരിവ് വരുന്നതാണ്. ഒരു 1/4 ഇഞ്ച് നമുക്ക് ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ ചെരിവ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി ബ്ലൗസിന് ബാക്ക് ഡാർട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 3.25 ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്ക് ഡാർട്ടിലേക്കുള്ള അളവ് കിട്ടുന്നത് ചെസ്റ്റിനെ 10 കൊണ്ട് ഹരിച്ചാലാണ് നമുക്ക് ആ ഒരു അളവ് കൃത്യമായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് 37 37നെ 10 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 3.7 സംതിങ് നമുക്ക് കിട്ടും. അപ്പോൾ 3.5ലും 3.25 ഇടയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കത് 3.25 അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 3.25 മാർക്ക് ചെയ്ത് കൊടുക്കാം. 3.25 മാർക്ക് ചെയ്തതിന് ശേഷം 1/2 ഇഞ്ച് കൂടെ എക്സ്ട്രാ നമുക്ക് അപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പോയിൻറ്റിൻ്റെ മിഡ് പോയിൻറ്റിലാണ് നമ്മൾ ഡാർട്ട് വരച്ചു കൊടുക്കുന്നത്. ഡാർട്ട് ലെങ്ത്ത് 3.25 തന്നെ എടുത്തു. 3.25 മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം താഴെ തയ്യൽ തുമ്പായിട്ട് 1/2 ഇഞ്ച് പോകും. അപ്പോൾ 3.25 പ്ലസ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ലൈൻ വരയ്ക്കുക. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു 1/4 ഇഞ്ച് വീതം ഡാർട്ടായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെയാണ് ഡാർട്ട് വരുന്നത്. 1/4 ഇഞ്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഡാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ ബ്ലൗസിൻ്റെ കട്ടിങ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞു തരാം. നമുക്ക് ആമോൾ റൗണ്ട് എത്രയാണോ അതിൻ്റെ പകുതി, ഇവിടെ 16 അപ്പോൾ 8 പകുതി വരുന്നത്. 1/2 ഇഞ്ച് ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇങ്ങനെ മെഷർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 8 ഇഞ്ച് നമുക്ക് ആ പോയിന്റിൽ അവിടത്തേക്ക് കിട്ടണം. അപ്പോൾ ഇവിടെ എനിക്ക് 8 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ കറക്റ്റാണ്. ആമോൾ റൗണ്ട് 16ൻ്റെ പകുതി 8 കിട്ടിയാൽ നമുക്കതൊരു കറക്റ്റ് അളവാണ്. ഓക്കെ, അതും കൂടെ നിങ്ങളൊന്ന് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അത് അതിനനുസരിച്ചിട്ട് 8 ഇപ്പോൾ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ആമോൾ കുറച്ചും കൂടെ താഴ്ത്തി കൊടുക്കേണ്ട സാഹചര്യം വരും. അത് വേറെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ഫ്രണ്ട് പാർട്ട് കട്ടിങ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.